കോൺഗ്രസിന്റെയും UDFിന്റെയും സൈബർ ഗ്രൂപ്പുകളിലൊക്കെ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള വാഗ്വാദങ്ങളും പിടിവലികളും പിന്തുണ പ്രഖ്യാപിക്കലും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഡൽഹിയിൽ നിന്നുള്ള ചില സൂചനകൾ എന്ന തരത്തിൽ ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കും എന്നുള്ള ചില സൂചനകളാണ് വരുന്നത്. തൽക്കാലം രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദം ലഭിക്കില്ല എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള വർത്തമാനമത്രേ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമായ പോരിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കേരള രാഷ്ട്രീയത്തിന്റെ അമരത്തേക്ക് കൊണ്ടുവരണമെന്ന സൂചന നൽകുന്നതായിരുന്നു സുധാകരന്റെ പോസ്റ്റ്. ഇന്ന് കേരളത്തിന് ആവശ്യം KC വേണുഗോപാലിന്റെ നേതൃത്വമാണെന്നും ലീഡർ K കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും പോലുള്ള മഹാനേതാക്കളുടെ പാത പിന്തുടർന്ന് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ മുടിചൂട മന്നനായി മാറുമെന്നും സുധാകരൻ തന്റെ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ പരാമർശങ്ങൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണെന്ന് ആരോപിച്ചുകൊണ്ട് സതീശൻ അനുകൂലികൾ സുധാകരന്റെ കമന്റ് ബോക്സിൽ പ്രതിഷേധമുയർത്തി. മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ VD സതീശനാണെന്നും KC വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ തുടരട്ടെ എന്നുമായിരുന്നു കമന്റ് ബോക്സിലെ പ്രധാന പ്രതികരണങ്ങൾ. അണികൾ തമ്മിലുള്ള വാക്പോര് മുറുകുകയും തർക്കം നിയന്ത്രണാതീതമാകുകയും ചെയ്തതോടെ ഒടുവിൽ സുധാകരന് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമന്റ് ബോക്സ് ഓഫ് ചെയ്യേണ്ടി വന്നു. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മുന്നേ തുടങ്ങിയ ഈ അധികാര വടംവലി UDF കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിമരുന്നിട്ടിരിക്കുകയാണ്. കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമായി മടങ്ങി വരണമെന്നും സംസ്ഥാനത്തെ നയിക്കണമെന്നുമുള്ള ആഗ്രഹം പ്രകടമാക്കി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഇത് VD സതീശനിട്ടുള്ള കുത്താണെന്നും ഒരു കൂട്ടർ പറയുന്നു. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായി നിർണായക ചുമതലകൾ നിർവഹിക്കുമ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വേണുഗോപാലിന്റെ സാന്നിധ്യം എത്രത്തോളം അനിവാര്യമാണെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതായി സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. താഴെ തട്ടിലുള്ള പ്രവർത്തകരെ ഉണർത്താനും സ്ഥാനാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകരാനും KC വേണുഗോപാലിന് കഴിഞ്ഞു. ഒരു നേതാവിന്റെ മഹത്വം പദവികളിലല്ല, പ്രവർത്തന പാരമ്പര്യത്തിലാണെന്നും താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്ന KCക്ക് മാത്രമേ പ്രവർത്തകരുടെ മനസ്സറിയാൻ കഴിയൂവെന്നും സുധാകരൻ കുറിച്ചു. പ്രതിസന്ധികളിലെ ഉറച്ച നിലപാടും പ്രവർത്തകരോടുള്ള വിനയവുമാണ് അദ്ദേഹത്തിന് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. വെറുമൊരു നേതാവ് എന്നതിലുപരി പ്രവർത്തകരുടെ സഹയാത്രികനായി നിൽക്കാൻ കഴിയുന്നതാണ് അദ്ദേഹത്തിന്റെ കരുത്തെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. ദേശീയ നേതൃത്വത്തിന് കരുത്തു പകരുന്നത് പോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെയും പ്രവർത്തകരെയും പ്രചോദിപ്പിച്ച് നാളെയുടെ ഭരണത്തിന് ദിശാബോധം നൽകാൻ KC വേണുഗോപാലിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് സുധാകരൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ആലോചിച്ചിരുന്നു. ഡൽഹിയിൽ തന്റെ സാന്നിധ്യം അനിവാര്യമല്ലാതായതോടെയാണ് പിണറായിക്ക് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന വേണുഗോപാൽ തിരുവനന്തപുരത്ത് മത്സരത്തിന് ആലോചിച്ചത് എന്നുള്ള ചില വാദങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അടുത്ത മന്ത്രിസഭ കോൺഗ്രസിനായാൽ അതിന്റെ മുഖ്യമന്ത്രി താൻ തന്നെ ആയിരിക്കണമെന്ന നിർബന്ധം വേണുഗോപാലിനുണ്ട് എന്ന ചില ചർച്ചകളുമുണ്ട്. അതിനുള്ള കരുക്കളാണ് ഏറെ നാളായി അദ്ദേഹം നീക്കുന്നത് എന്ന വിമർശനവും ആരോപണങ്ങളുമൊക്കെ ഒരു വഴിക്കൂടെ നടക്കുന്നുമുണ്ട്. കേരളത്തിൽ സതീശനും രമേശ് ചെന്നിത്തലയും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുമെന്നത് ഉറപ്പാണ്. ഇതിനിടയിൽ ഒരു സമവായ സ്ഥാനാർത്ഥിയായി പറന്നിറങ്ങുകയാണ് KCയുടെ ലക്ഷ്യം. ചെന്നിത്തലയുടെ ഇന്ദ്രപ്രസ്ഥത്തിലെ സ്വാധീനം കുറഞ്ഞത് KC വേണുഗോപാൽ ഡൽഹിയിൽ കുടിയേറി പാർക്കാൻ തുടങ്ങിയതോടെയാണ്. ചെന്നിത്തല പഴയതുപോലെ ഡൽഹിക്ക് പോകാറുമില്ല. വേണുഗോപാലിനോട് ചോദിച്ചിട്ടാണ് കേരള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി തീരുമാനമെടുക്കുന്നത്. വയനാട്ടിൽ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം തനിക്ക് ലഭിച്ചത് വേണുഗോപാലിന്റെ സമയോചിതമായ ഇടപെടൽ വഴിയാണെന്നും രാഹുൽ വിശ്വസിക്കുന്നു. വേണുവാണ് വയനാട്ടിൽ രാഹുലിനെ നിർബന്ധിച്ച് നിർത്തിയത്. ആദ്യം ഇതിനോട് രാഹുൽ ഗാന്ധി വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ വയനാട്ടിൽ താൻ മത്സരിക്കാതിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നോർത്ത് രാഹുൽ ഇപ്പോൾ അത്ഭുതപ്പെടുന്നുണ്ട്. NSS ജനറൽ സെക്രട്ടറിയുടെ പൂർണ്ണ പിന്തുണയാണ് വേണുഗോപാലിന്റെ പ്രധാന മുതൽക്കൂട്ട്. മുഖ്യമന്ത്രിയാകാൻ വേണ്ടി അപ്പോൾ വന്ന് മത്സരിക്കുന്നതിനേക്കാൾ നല്ലത് നേരത്തെ വട്ടിയൂർക്കാവിൽ എത്തുന്നതാണെന്നും വേണുഗോപാൽ കരുതിയിരുന്നുവെന്നാണ് ചില ആരോപണം. എന്നാൽ പിണറായി സർക്കാരിന് തുടർഭരണം കിട്ടുമെന്ന പ്രചാരണം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കാൻ എത്താതിരുന്നത് എന്ന ചർച്ചയും വന്നു.
ഇലക്ഷൻ കേളികൊട്ട് തുടങ്ങിയപ്പോൾ തന്നെ കെ സുധാകരൻ MP തനിക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞ് വിവാദമുണ്ടാക്കിയത് KCക്ക് കൂടി വേണ്ടിയായിരുന്നു. KCയുമായി നല്ല ഇക്വേഷനുള്ള നേതാവാണ് KS. വട്ടിയൂർക്കാവിൽ മുരളി മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചതോടെ KC തൽക്കാലം തന്റെ താൽപര്യം ഒഴിവാക്കുകയായിരുന്നുവെന്ന്. ഇതിനിടെ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിനെ പിന്തുണച്ച് എഴുത്തുകാരി സുധാ മേനോൻ രംഗത്ത് വന്നതും ശ്രദ്ധേയമായി. മുഖ്യമന്ത്രിയാകാൻ KC വേണുഗോപാലിന് എന്ത് യോഗ്യതയാണുള്ളതെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തെ വിമർശിച്ചുകൊണ്ടായിരുന്നു സുധാ മേനോൻ ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയത്. കോൺഗ്രസ് പാർട്ടിക്ക് ഇനി ഒരു തിരിച്ചുവരവില്ലെന്ന് കോൺഗ്രസുകാർ പോലും വിധി എഴുതിയെടുത്തു നിന്ന് വിജയത്തിലേക്ക് കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ച പ്രേരക ശക്തി തന്നെയായിരുന്നു സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നാണ് സുധാ മേനോൻ കുറിച്ചത്. പണമൊഴുക്കിയും ഭീഷണിപ്പെടുത്തിയും BJP ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന കാലത്തും തളരാതെ മുന്നോട്ടു പോകാൻ KCക്ക് സാധിക്കുന്നുവെന്നത് ചെറിയ കാര്യമല്ല. രാഷ്ട്രീയ എതിരാളികളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നതിനെതിരെ ഡൽഹിയിൽ സംഘടിപ്പിച്ച പ്രക്ഷോഭം, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിരോധം, രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം സസ്പെൻഡ് ചെയ്തതിനെതിരായ രാജ്യവ്യാപക പ്രക്ഷോഭം, അസമിലെ BJP സർക്കാർ ഭാരത് ജോഡോ യാത്രയ്ക്ക് വിലക്കേർപ്പെടുത്തിയതിനെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധം തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത സമര പരമ്പരകൾക്ക് നേതൃത്വം നൽകിയാണ് KC വേണുഗോപാൽ മോദി സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറിയതെന്നും ഈ കുറിപ്പിലുണ്ട്. KC വേണുഗോപാലിന് വേണ്ടി കളം നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സൈബർ ടീം. ഇത് അക്ഷരാർത്ഥത്തിൽ VD സതീശന് തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. കെ സുധാകരന്റെ ഒരു പോസ്റ്റാണ് ഇപ്പോൾ വലിയ പൊട്ടിത്തെറിക്കും വിവാദങ്ങൾക്കുമൊക്കെ വഴിവെച്ചിരിക്കുന്നത്. കെ സുധാകരൻ എന്തിനു വേണ്ടിയായിരുന്നു ഈ നിർണായക ഘട്ടത്തിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത്? അതൊരു ചോദ്യം തന്നെയാണ്. തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇട്ടപ്പോൾ മുതൽ ഇടഞ്ഞ കെ സുധാകരനെ നമ്മൾ കണ്ടതാണ്. ഡൽഹിയിൽ പോയി പ്രശ്നമുണ്ടാക്കുന്ന സുധാകരനെയും നമ്മൾ കണ്ടു. എന്നാൽ പിന്നീട് സീറ്റ് വേണ്ട എന്ന് പറഞ്ഞ് തിരികെ മടങ്ങുന്ന കെ സുധാകരൻ പിന്നീട് കോൺഗ്രസിന്റെ നേതാക്കളെയൊക്കെ പിന്തുണച്ച് അവർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകുന്നത് നമ്മൾ കണ്ടതായിരുന്നു. എന്നാൽ കെ സുധാകരന് കൃത്യമായി അറിയാമായിരുന്നു തനിക്കിട്ട് പണി വെച്ചവർ കോൺഗ്രസിൽ ആരാണ് എന്നുള്ളത്. തന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്ത് അവസാന നിമിഷം ഡൽഹിയിൽ ചില കളികൾ നടത്തിയതിന് പിന്നിൽ ആരൊക്കെയാണെന്ന് സുധാകരൻ അറിയാമെന്നും VD സതീശനെ കട്ടക്കലിപ്പിലാണ് സുധാകരൻ കാണുന്നത് എന്നുള്ളതും വലിയൊരു ചർച്ചയായി മാറുന്നുണ്ട്. ഇത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പുറത്താണ് താൻ എന്ന് മനസ്സിലായ ഘട്ടത്തിലും കെ സുധാകരൻ ആ വലിയ ബോംബ് പൊട്ടിച്ചിരുന്നു. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഒരാവശ്യം പറഞ്ഞിരുന്നു. പിന്നീട് ചെന്നിത്തലയെയും പിന്തുണച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും VD സതീശനെ പിന്തുണയ്ക്കുകയോ VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഒരു നിലപാടോ കെ സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതുകൊണ്ട് വ്യക്തമാണ് കെ സുധാകരൻ പണിയാൻ കാത്തിരിക്കുന്നത്, ഇപ്പോൾ തന്നെ ഇട്ട് പണിത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് VD സതീശനാണ് എന്നുള്ള ഒരു ഏകദേശ ചിത്രം വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കോൺഗ്രസ് UDF സഖ്യം ഉറപ്പിച്ചിരിക്കുകയാണ് അധികാരം കിട്ടാൻ പോകുന്നത് തങ്ങൾക്കാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വോട്ടെണ്ണലിന് മുൻപ്, അതായത് മെയ് 4 വരെ കാത്തിരിക്കണം ആർക്കാണ് അധികാരം എന്ന് വ്യക്തമാകുന്നതിന്. പക്ഷേ അതിനു മുൻപ് തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ പല വഴിക്ക് നടക്കുന്നതിനിടയിലും നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് കെ സുധാകരൻ വീണ്ടും പോസ്റ്റിട്ട് VD സതീശനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. VD സതീശൻ കൂട്ടർ കൃത്യമായി കെ സുധാകരൻ ഇട്ട ചൂണ്ടയിൽ പോയി കൊരുത്ത് അവിടെ കിടന്ന് അടികൂടുകയും ചെയ്യുകയാണ്. ഈ VD സതീശൻ ഇതിനു മുൻപ് ഒരു കൈവിട്ട കളി കളിച്ചിരുന്നു. അതായത് തൻ്റെ അനുകൂലികളെയൊക്കെ ഇറക്കി മുഖ്യമന്ത്രി VD സതീശനാകണം എന്നുള്ള ഒരു ആഹ്വാനം സ്വയം അങ്ങ് മുഴക്കിയിരുന്നു. ഒരു ഇമെയിൽ തന്ത്രമൊക്കെ നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്ക് കണ്ടതായിരുന്നല്ലോ. പ്രത്യേകിച്ച് VD സതീശനാണ് കേരളത്തെ നയിക്കാൻ പ്രാപ്തിയുള്ളത്, മുഖ്യമന്ത്രി VD സതീശൻ തന്നെ ആയിരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില മെയിലുകളൊക്കെ പുറത്തേക്ക് വന്നതും പിന്നീട് വാട്സാപ്പ് ചാറ്റുകൾ പുറത്തേക്ക് വന്നതും സൈബർ ഇടത്തിൽ വലിയ ആഹ്വാനം മുഴങ്ങുന്നതുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ ഈ കെ സുധാകരൻ്റെ പോസ്റ്റിന് താഴെ പോയി കമൻ്റ് ഇട്ട് കത്തിച്ച് വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ എത്തിക്കുന്നതിലും VD സതീശൻ തന്നെയാണ് എന്നുള്ളത് ഹൈക്കമാൻഡിന് ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് മിക്കവാറും മുഖ്യമന്ത്രി കസേര അഥവാ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കസേര VD സതീശന് കൊടുക്കാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ള ചില ചർച്ചകൾ മറ്റൊരു വഴിക്ക് നടക്കുന്നുമുണ്ട്. VD സതീശൻ തന്നെ സ്വയം കുഴി തോണ്ടി എന്നാണ് ഏകദേശം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെ സുധാകരൻ കൃത്യമായ ഒരു ഇര ഇട്ടുകൊടുത്തതാണ്. അതിൽ പോയി കൊളുത്തി അവിടെ കിടന്ന് അടിപിടി കൂടുന്ന VD സതീശൻ പക്ഷക്കാരെ കാണുമ്പോൾ പരമപുച്ഛമാണ് തോന്നുന്നത്. അതായത്
പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല വി.ഡി. സതീശൻ പ്രവർത്തിക്കുന്നത്, തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഈ പ്രവൃത്തിയിലൂടെ തന്നെ വ്യക്തമാകുകയാണ്. വലിയ പ്രതിസന്ധിക്ക് നടുവിലായിരുന്നു കോൺഗ്രസ് UDF സഖ്യം നിന്നിരുന്നത്. 10 വർഷമാണ് അധികാരമില്ലാതെ പുറത്തു നിൽക്കേണ്ടി വന്നത്. ഇതെല്ലാം വലിയ രീതിയിൽ പ്രസ്ഥാനത്തിന് തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. വീണ് കിട്ടിയ ഒരു അവസരമാണ് എങ്ങനെയും അധികാരം പിടിക്കുക എന്നുള്ളത്, അത് പ്രസ്ഥാനത്തിന് വേണ്ടി പിടിക്കുക എന്നുള്ളത്. കോൺഗ്രസിനെ വീണ്ടും ശക്തമായ ഒരു പാർട്ടിയാക്കി ഉയർത്തിക്കൊണ്ടുവരാനാണ് അഹോരാത്രം ഈ കിടന്ന് അണികളും പ്രവർത്തകരും താഴെ തട്ടിലുള്ള നേതാക്കളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മേൽത്തട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? വലിയ അടിയും അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയും ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശനും അതിൻ്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തനിക്ക് മുഖ്യമന്ത്രി കസേര എന്നുള്ള ഒരു ചിന്തയിലാണ് വി.ഡി. സതീശൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരുപാട് നേതാക്കൾ പാർട്ടിയിലുണ്ട്. ഇങ്ങനെ നിങ്ങൾ കടിപിടി കൂടുന്നത് ഈ പ്രസ്ഥാനത്തെ വീണ്ടും ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യപാത്രമാക്കി നിർത്തുകയാണെന്ന് താഴെ തട്ടിലുള്ളവർ പോലും പറയുകയാണ്. എന്നിട്ടും അധികാര വടംവലി നടത്തുകയാണ് ഓരോ നേതാക്കളും. ചേരി തിരിഞ്ഞ് അടി നടത്തുന്നു. നാറിയ കളികളാണ് നടക്കുന്നത്. എത്ര കിട്ടിയാലും പഠിക്കത്തില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു അവസ്ഥ. അപ്പോഴാണ് കെ. സുധാകരൻ ഇട്ട പോസ്റ്റിന് താഴെ പോയി മുറവിളി കൂട്ടാൻ പോയിരിക്കുന്നത്. എന്തായാലും ഹൈക്കമാൻഡിന് വലിയ അവമതിപ്പുണ്ടാക്കിയിരിക്കുകയാണ് വി.ഡി. സതീശൻ. ഇതുകൂടാതെ യുവനിര മുഴുവൻ വി.ഡി. സതീശനെതിരായിട്ട് നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ. അങ്ങനെ അടപടലം തേഞ്ഞൊട്ടി നിൽക്കുന്ന വി.ഡി. സതീശൻ വീണ്ടും പോയി തലവെച്ചു കൊടുത്തിരിക്കുകയാണ്. കെ.സി. വേണുഗോപാലിനാണോ അതോ ചെന്നിത്തലയ്ക്കാണോ നറുക്ക് വീഴുക? അതോ ഇനി പെട്ടാഭാഗ്യത്തിന് വി.ഡി. സതീശന് കിട്ടുമോ? ഇതെല്ലാം അധികാരം കിട്ടിയാലത്തെ കാര്യമാണ്. എന്തായാലും അതൊക്കെ കാത്തിരുന്ന് കാണണം. അതിനിടയിലും കൂട്ടയടി ഒരു വഴിക്കൂടെ നടക്കുന്നു. എന്നാൽ ഇപ്പോൾ കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ടാണ് സൈബർ ഇടത്തിലെല്ലാം വലിയ ചർച്ചകൾ നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിലെല്ലാം കളം നിറഞ്ഞത് കെ.സി. വേണുഗോപാലാണ് എന്ന് സൈബർ ഇടത്തിൽ കോൺഗ്രസ് UDFകാർ പറയുകയാണ്. എന്നാൽ വി.ഡി. സതീശൻ പക്ഷക്കാർ ഞങ്ങളാണ് എല്ലാത്തിനും മുന്നിലുണ്ടായിരുന്നത് എന്ന് പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മെയ് 4 വരെ കാത്തിരിക്കണം ആർക്കാണ് വിജയം എന്ന് ഉറപ്പിക്കുന്നതിന്. അപ്പോഴും അവിടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടിയായിരിക്കും.